ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഞാൻ കമറുന്നീസ. കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. നോമ്പൊക്കെ ആണല്ലോ, നമ്മൾ രാവിലെ തന്നെ മുറ്റടിക്കാൻ ഇറങ്ങിക്കാൻ കേട്ടോ. ഒരു 9 മണിയാകുമ്പോൾ നല്ല ചൂടായിരിക്കും കേട്ടോ. അപ്പം അതിന് വേണ്ടി അത്താഴം കഴിച്ച് പ്രാർത്ഥനയും നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം മുറ്റടിക്കാൻ ഇറങ്ങിക്കാണ്ട്. ഇന്ന് കരിയില നമ്മളെ മുറ്റം നിറയെ ഉണ്ട് കേട്ടോ. അതിന് വേണ്ടി കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തെളിച്ചു കൊടുത്തു. നല്ല പൊടിയുണ്ട് കേട്ടോ. അതൊക്കെ ചെടികൾക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം നമ്മൾ മുറ്റടിക്കുന്ന ഭാഗത്തൊക്കെ ചെറുതായി ഒന്ന് വെള്ളം ആക്കി കൊടുത്തു കേട്ടോ. നന്നായി പൊടി വരുന്നുണ്ട്. ഇനി നമുക്ക് 2 ചാക്ക് കരിയില കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് വെച്ചൊന്ന് നമ്മൾ കുറച്ച് തൈ നടാനുണ്ട്. തോട്ടവാഴയുടെ തൈയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു, എന്താ പറയുക, അത്രയും ഭംഗിയുള്ളൊരു തോട്ടവാഴയുടെ ഉണ്ടോ തൈകൾ. ഇപ്പോൾ ഒരു 3-4 തൈ ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ എനിക്ക് മുറ്റം നിറയെ ഇതുപോലുള്ള തോട്ടവാഴ വെക്കാനാട്ടോ ഇപ്പോൾ ആഗ്രഹം തോന്നുന്നത്. അത്രയും ഭംഗിയുണ്ട് നമ്മളെ ഈ തോട്ടവാഴക്ക് കേട്ടോ. മുറ്റത്ത് ഇതുപോലെ കുറച്ച് ചെടികളും ആ പൂത്തിലഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും അല്ലേ. അതിന് വേണ്ടി കുറച്ച് തൈകൾ തന്നെ നട്ടിട്ടുണ്ട്. 9 മണിയോളം പുറത്തൊക്കെ പണിയെടുത്തു കേട്ടോ. അതിന് ശേഷം കുറച്ച് അലക്കാനും അതുപോലെ നമ്മളെ ചവിട്ടികളും ഒക്കെ അലക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല. പിന്നെ വൈകുന്നേരത്തെ വീഡിയോസാണ് ഇപ്പോൾ എടുത്തത് കേട്ടോ. ഇന്ന് ചപ്പാത്തിയാണ്, അതിലേക്ക് നല്ല അടിപൊളി കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുള വന്ന കടലകളാണ്. 2-3 ദിവസമായി വെള്ളത്തിലിട്ട് വെച്ച് ഞാനിങ്ങനെ ഒന്ന് മുള വരാൻ വേണ്ടി കാത്തിരുന്നത്. അപ്പോൾ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണല്ലോ അല്ലേ. അതിന് ശേഷം കുറച്ച് പാലുണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് കാച്ചി വെക്കുകയാണ്. പിന്നെ വൈകുന്നേരം ആയാൽ പിന്നെ പെട്ടെന്ന് ജോലികൾ, സമയം പെട്ടെന്ന് കടന്നു പോവുകയും ചെയ്യും കേട്ടോ. പിന്നെ കടലയൊക്കെ കഴുകിയിട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട്, കുറച്ച് ഉപ്പും ചേർത്തിട്ട്. നമ്മൾ ഡീറ്റെയിൽ ആയൊന്നും കാണിക്കണില്ല കേട്ടോ. എന്നും കടലക്കറിയൊക്കെ വെക്കണ കാണിക്കാറുണ്ടല്ലോ. 2-3 ദിവസം വെള്ളത്തിലിട്ട് വെച്ച് അതിന് വെള്ളമൊക്കെ നൂറ്റി കളഞ്ഞതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയതായി മുള വന്നിട്ടുള്ളൂ. നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന പഴവർഗ്ഗങ്ങൾ നന്നായി കഴുകി എടുക്കണം കേട്ടോ. ഉപ്പും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെച്ചതിന് ശേഷമാണ് നമ്മളതൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ മുസമ്പി പീസാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം എനിക്ക് കുറച്ച് ഉപ്പ് പൊടി ഇടുന്നത് ഇഷ്ടമാണ് കേട്ടോ. നോമ്പ് തുറക്കാണെങ്കിലും. പിന്നെ എന്നത്തെയും പോലെ മുരിങ്ങയിലയുണ്ട്. ചെറിയ വീഡിയോ ആണ് ഇന്ന് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.